ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, എന്നാൽ അതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതിൻ്റെ അകത്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുകയും ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഞാനതിന് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ പാൻ തന്നെ എടുക്കാം. നമ്മളെല്ലാം ഇതിനകത്ത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കിലോ വരുന്ന ചിക്കന് നല്ല കഴുകി വൃത്തിയാക്കി ഞാനൊരു 5 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അപ് ടു 8 പീസ് വരെ നിങ്ങൾക്കും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം മന്തിക്ക് ചെറിയൊരു പീസല്ല, കുറച്ച് വലിയ പീസായിട്ട് തന്നെ ചിക്കൻ എടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാം ഒരേ പാനിൽ തന്നെ ചെയ്തു പോകാൻ പറ്റും. അപ്പം ചിക്കൻ കഴുകി വൃത്തിയാക്കി നമ്മൾ ഇത്രയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി സാധാരണ മല്ലിയില പുതിനയില മന്തിയിൽ ഇടാറില്ല, പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മല്ലിയിലയും അതിനേക്കാൾ കുറച്ച് കുറവായിട്ട് 2 ടേബിൾ സ്പൂണോളം പുതിനയിലയും ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. 1 കപ്പോളം ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ക്യാപ്സിക്കം നമ്മൾ നല്ല ചെറിയതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇതെല്ലാം അതിൻ്റെ അകത്ത് ചിക്കനിലേക്ക് അലിഞ്ഞ് ചേരുക ചെയ്യുക. അത് നല്ലപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂണോളം ക്യുമിൻ സീഡ്, അതായത് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് മാഗി ക്യൂബാണ്, അതായത് ചിക്കൻ്റെ സ്റ്റോക്ക്. അതിപ്പോൾ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. നമുക്ക് സോൾട്ടിയും പിന്നെ സോൾട്ട് കുറഞ്ഞതും കിട്ടാണ്ട്, അപ്പോൾ അത് നോക്കി വേണം ഇടാൻ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം ഇട്ട് കൊടുത്തു. ഇതിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് കൊടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. ചിക്കൻ നന്നായിട്ട് ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കൊത്തി കൊടുക്കുക. കാരണം മസാലയെല്ലാം അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ അതിൻ്റെ അകത്ത് 1 മണിക്കൂറോളം മസാല തേച്ച് വെക്കുന്നുണ്ടല്ലോ. അപ്പം ഇതാ ഇപ്പോഴാണ് ഞാനത് ഓർത്ത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്കിതിൻ്റെ അതിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഒരു 100 ml to 150 ml വരെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓയിൽ എപ്പോഴും മന്തിക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഓയിൽ കുറയ്ക്കുകയും ചെയ്യാം, കൂട്ടുകയും ചെയ്യാം. നമ്മുടെ ഓയിൽ കൂടുമ്പോൾ ടേസ്റ്റും കൂടും. എന്നാലും മാക്സിമം ഒരു 150 ml വരെ പോയാൽ മതി കേട്ടോ. ഇനി അതിന് 1 മണിക്കൂറേക്ക് നമുക്ക് അടച്ച് വെക്കാം. ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ഓൾറെഡി ഉപ്പുള്ളതാണ് നമ്മുടെ ചിക്കൻ സ്റ്റോക്കിന്. അപ്പോൾ അതായത് മാഗി ക്യൂബിന് നമുക്ക് ഉപ്പുണ്ടാവും. ഇനി നമ്മൾ എടുത്തേക്കുന്ന സെല്ല ബസ്മതി റൈസാണ്. അതിനെ 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ വെള്ളം ബോയിലാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഡ്രൈ ലെമൺ, ഒരു ചെറിയ പീസ് പട്ട, 2-3 ഏലയ്ക്ക, അതുപോലെ തന്നെ 2-3 ഗ്രാമ്പു. ഒരുപാട് കൂടി സ്പൈസസ് വേണ്ട കേട്ടോ മന്തിക്ക്. ഒരു ചെറിയ ഒരു ലെവലിൽ മതിയാവും. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ആ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഓയിലും, ഈ ചോറൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടുന്ന ഓയിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ച അരിയാണ്, അതും ഇട്ട് കൊടുക്കുക. ആ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു 10 to 12 മിനിറ്റ്സ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് റൈസ് റെഡി ആയിരിക്കും. അപ്പോൾ അത് ഓവറായിട്ട് കുക്കായി പോയാൽ മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതുപോലെ കുക്കാവട്ടെ. അവിടെ നമ്മൾ കുക്കാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, പലതരത്തിൽ നമ്മൾ മന്തി ഉണ്ടാക്കും. മന്തി പിന്നെ മസാല ചേർക്കും, അതിൻ്റെ അകത്ത് അങ്ങനെ കളർ ചേർക്കും, ഒക്കെ ചേർക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ മന്തി മസാലയോ അങ്ങനത്തെ യാതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഐറ്റംസും ഈ മന്തിയിൽ ഞാൻ ചേർത്തിട്ടില്ല, കളറും ചേർത്തിട്ടില്ല. കാരണം നമ്മൾ കഴിക്കുന്നതാണല്ലോ. അപ്പം അതിൻ്റെ അകത്ത് പ്രത്യേക ഒരു കളറിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ബോയിലായി വരണം. അതിനുവേണ്ടി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും റൈസൊക്കെ ബോയിൽ ചെയ്യുമ്പോൾ ആ ഒരു ലെവലിൽ അടച്ചു വെക്കുക, അല്ലെങ്കിൽ വെള്ളമൊക്കെ ബോയിലായിട്ട് പുറത്തേക്ക് ചാടാനും ഫ്ലെയിം ഓഫ് ചെയ്ത് പോകാനൊക്കെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ റൈസ് കുക്കായി മാറ്റി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ സമയം തന്നെ നമ്മുടെ ചിക്കൻ റെഡിയാകാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ചിക്കൻ ഇപ്പം നമ്മൾ ഇട്ട എല്ലാം മല്ലിയില പുതിനയില ക്യാപ്സിക്കം എല്ലാം ഈ ഒരു ലെവലിലേക്ക് നന്നായിട്ട് ചിക്കനിലേക്ക് ചേർന്ന് വന്ന് ഒരു ഗ്രില്ലായിട്ടുള്ളൊരു ഫോമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റൈസിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ശ്രദ്ധിക്കുക, ആ റൈസ്
നമ്മൾ ഒരുപാട് തണുക്കാൻ വേണ്ടി വെക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ ആ റൈസ് എടുക്കുന്ന ടൈമിനുള്ളിൽ ചിക്കൻ നമുക്ക് കുക്കായി കിട്ടിയിരിക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് ആ മന്തിയുടെ കറക്റ്റ് ടേസ്റ്റ്, നമ്മൾ സ്മോക്കി ടേസ്റ്റൊക്കെ എല്ലാം ഇതിനും കിട്ടണമെങ്കിൽ, ചിക്കൻ്റെ ടേസ്റ്റും എല്ലാം റൈസിൽ പിടിക്കണമെങ്കിൽ ആ റൈസ് ആ എടുത്ത മോയ്സ്ചറോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അപ്പം എന്താ ചിക്കനൊക്കെ റെഡിയായി ഈ ലെവലിൽ വന്നു. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സ്ട്രാ കളറിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ റൈസ് ഇട്ട് മിക്സ് ആകുമ്പോൾ ആ കളർ ഓട്ടോമാറ്റിക്കലി റൈസിന് വരും. അപ്പോൾ നമ്മൾ ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറിട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പച്ചമുളക് വെച്ച് കൊടുക്കണം. അതായത് നമുക്ക് ഇതിനകത്ത് വേറെ സ്പൈസസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. അപ്പം ചില്ലി, ഗ്രീൻ ചില്ലി, അത് നമുക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് ഇതിൻ്റെ അകത്തൊന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. അത് കീറിയിടുക അങ്ങനെയൊന്നും ചെയ്യേണ്ട. അത് ആ റൈസിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഓരോന്നായിട്ട് കുത്തി കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് നമ്മൾ ചെയ്തതിന് ശേഷം ഓൾറെഡി ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ടീസ്പൂണോളം, ഒരു ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മതിയാവില്ല. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നമ്മൾ കടകളിലൊക്കെ കാണുമല്ലേ, നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പച്ചമുളകൊക്കെ കിടക്കുന്ന കാണാമല്ലോ അല്ലേ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു നമുക്ക് എത്രയാണോ ആ ഒരു പച്ചമുളകിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ അതിൻ്റെ അകത്ത് വരെ ഒരു എരിവൊക്കെ വേണം. അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പച്ചമുളക് ഞാൻ കുറച്ചധികം ഒരു 10ഓളം ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ടുന്നത് ചാർക്കോളാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ചാർക്കോൾ നന്നായിട്ടൊന്ന് ബേൺ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുക്കണം. അപ്പോഴാണ് ആ സ്മോക്ക് ഉണ്ടാവുകയുള്ളൂ. കുറച്ച് ഓയിൽ മതി. ഈ സമയം തന്നെ സ്മോക്ക് വരുന്ന ആ ടൈം തന്നെ നമുക്കതൊന്ന് കവർ ചെയ്യാം. അലുമിനിയം ഫോയിൽ കൊണ്ട് ഞാൻ കവർ ചെയ്തു. നിങ്ങളുടെ കയ്യിലുള്ള ലിഡ് നന്നായിട്ട് എയർ പുറത്ത് പോകാത്ത രീതിയിലുള്ളതാണെങ്കിൽ അത് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പം അതിനുശേഷം ഞാൻ അതിൻ്റെ ലിഡും വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെ അത്ര മതിയായിട്ട്. ഒരുപാട് സ്മോക്കി ടേസ്റ്റ് നമുക്ക് വേണ്ട എങ്കിൽ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ എടുക്കാം. അപ്പം ഒരുപാട് സ്മോക്കി ആണെങ്കിലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ നോർമൽ ലെവലിൽ തന്നെ നിൽക്കണം കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ഓപ്പണാക്കി. നന്നായിട്ട് മണം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു മന്തിയിൽ നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്നൊരു മന്തിയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ നിന്നും ഈ ചാർക്കോളിനെ എടുത്ത് മാറ്റാം. പിന്നെ ഇതിനെ ഇനി നമുക്ക് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി കൊടുക്കുമ്പോൾ ആ പച്ചമുളക് ഒന്നും എടുത്ത് കളയേണ്ട കാര്യമില്ല. അതെല്ലാം അതിലേക്ക് തന്നെ മിക്സാക്കണം കേട്ടോ. ഇനി നമുക്ക് അതിനെ മിക്സാക്കാം. നന്നായിട്ട് അടിയിൽ നിന്ന് തന്നെ ഒരു മിക്സാക്കി കൊടുക്കുക. അപ്പം ആ റൈസിന് നമ്മുടെ ആ മസാലേൻ്റെ കളറ് വരും. അപ്പോൾ നോർമലി ഉള്ള ആ മന്തിയുടെ കളറ് നമുക്ക് ഈ മിക്സിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. കുക്കായിട്ട് ചിക്കനൊക്കെ നല്ല ഗ്രില്ലായിട്ടുള്ള ഒരു ഫോമിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചിക്കനൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കനാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ടാണ് കിട്ടുക. കാരണം ഒരുപാട് നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഭയങ്കര ഹാർഡായിട്ടൊന്നും പോയിട്ടില്ല. ഇപ്പോൾ റൈസിൻ്റെ കളർ കണ്ടില്ലേ, ഈ ഒരു കളറാണല്ലോ നോർമലി നമുക്ക് കിട്ടുക. അപ്പോൾ ഈ കളറിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കതിനെ സെർവ് ചെയ്യാം. പിന്നെ മന്തിയൊക്കെ എടുത്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ആ സമയത്ത് ഒരു പ്രത്യേകമായിട്ട് ഒരു സ്മോക്കി ടേസ്റ്റും കൂടെ ആകുമ്പോഴാണ് നമുക്ക് മന്തിക്കൊക്കെ ആ ഒരു കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം ചൂടോടെ കഴിക്കുക. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു ചട്നി വേണം. അതുപോലെ തന്നെ ഒരു മയണൈസ് ഉണ്ടാക്കണം. അത് രണ്ടും ഞാൻ ഈ ടൈം തന്നെ ഞാൻ അതും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലഞ്ചിനാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇന്ന് ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഫ്രൈഡേ ലഞ്ചിന് വേണ്ടിയാണ് റെഡിയാക്കിയത് കേട്ടോ. അതാ ചിക്കനൊക്കെ കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചർ ഉണ്ടാവും ഇതിന്. നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ മറ്റേ പുതിനയും മല്ലിയും ക്യാപ്സിക്കം ഒക്കെ അതിൽ പിടിച്ചിട്ട് കേട്ടോ. ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചട്നി ടൊമാറ്റോ ചട്നിയുടെ മന്തിയുടെ ടൊമാറ്റോ ചട്നി റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. കമൻറ്റിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഇടുന്നതായിരിക്കും. പിന്നെ മയനൈസും ചേർത്തിട്ടുണ്ട്. മയനൈസും കൂടെ എടുക്കുമ്പോഴാണ് നമ്മുടെ ഹോം മെയ്ഡ് മയനൈസ് തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് അത് ഒരു യെല്ലോ കളർ കാണുന്ന ഒലിവ് ഓയിലാണ് ഞാൻ മയനൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കളർ അതിന് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ, താങ്ക് യു.